ഭോഗേ രോഗഭയം കുലേ ച്യുതിഭയം വിത്തേ നൃപാലഭയം മാനേ ദൈന്യഭയം ബലേ രിഭുജയം രൂപേ ജരായാഭയം ശാസ്ത്രേ വാദിഭയം ഗുണേ ഖലഭയം കായേ കൃതാന്താത് ഭയം സർവം വസ്തുഭയാന്വിതം ഭുവി നൃണാം വൈരാഗ്യമേവാഭയം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയരെ, ഭർതൃഹരിയുടെ വൈരാഗ്യ ശതകത്തിലെ ഭോഗസ്ഥൈര്യവർണ്ണനം എന്ന് പറയുന്ന ദശകത്തിലത്തെ ആദ്യത്തെ ശ്ലോകമാണ് ഇത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭയം ഇല്ലാത്തതായി ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല. അതിന് ചില ഉദാഹരണങ്ങളും പറഞ്ഞിരിക്കുക. ഭാഗവതധർമ്മം വർണ്ണിക്കുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിലും ഏകാദശസ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ ഈ ഭയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മന്യേ അകുതച്ചിത് ഭയം അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം. ഭയമില്ലാത്തതായിട്ട് ഭഗവത് ഭജനം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാറ്റിലും ഭയമുണ്ടെന്ന് അവിടെയും പറഞ്ഞിരിക്കുന്നു. ഉണ്ട് എന്നുള്ള ഭാവത്തിൽ നിന്ന് എന്തൊക്കെ ഭയമാണ് മനുഷ്യനുള്ളത്. അപ്പം അതിവിടെ ചിലതൊക്കെ പറഞ്ഞു. ഭോഗേ രോഗഭയം, ശരീരം നന്ന്. അപ്പം ആ ശരീരത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ഏതൊരാൾക്കും ഉണ്ടാവും രോഗം വരുമോ എന്ന പേടി. ഇപ്പം എന്തൊക്കെ സാംക്രമിക രോഗങ്ങൾ വരാനുള്ള സാധ്യത ഇന്നത്തെ ലോകത്തിലുള്ളത് അല്ലേ. മര്യാദയ്ക്ക് കുളിക്കാനും കൂടി പേടിയാണ്. മൂക്ക് കൂടെ അമീബ വൈറസ് കയറി മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള അമീബായിട്ടൊരു ജ്വരം ഉണ്ട് അത്ര. ഇപ്പോൾ ഒന്ന് മുങ്ങി കുളിക്കാനും കൂടി നമുക്ക് സൗകര്യമില്ല. ബസ് കയറുകയാണെന്ന് വെച്ചാൽ മാസ്ക് ഇട്ടാൽ ഗുണമുണ്ടോ, മാസ്ക് ഇട്ടാലില്ല ഗുണമുണ്ടോ നിശ്ചയില്ല. മാസ്ക് ഇടണം, ആകെ ഭയമാണ്. അവർ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് രോഗഭയം സദാ ഉണ്ടായിരിക്കും. എന്തൊക്കെ വ്യായാമം ചെയ്യണം, ഏതൊക്കെ ഭക്ഷണം എങ്ങനെയൊക്കെ കഴിക്കണം. ചിലതിൽ ചർച്ച തന്നെ തുടങ്ങിയ മണിക്കൂർ കണക്കിന് നിൽക്കുക. അതങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, ഷുഗറിന് അങ്ങനെ ചെയ്യുക നല്ലത്, അതിനിങ്ങനെ ചെയ്യുക നല്ലത്, ഇത് ചെയ്യാതിരിക്കുക നല്ലത്. ആലോചിച്ച് നോക്കിയാൽ എത്രമാത്രം ഒരു ശരീരം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു. അതാണ് ഒരു ഭോഗേ രോഗഭയം. ശരീരമുള്ളവർക്ക് എപ്പോഴും സൂക്കടിനെ പേടിയാണ്. ഇനി കുലേ ച്യുതിഭയം, കുലമഹിമയൊക്കെ ഉണ്ട്, നല്ലൊരു കുലത്തിൽ ജനിച്ചു, എന്നാൽ പിന്നെ സമാധാനമല്ലേ വേണ്ടത്. അവർക്കുണ്ട് അത്രേ ഭയം. എന്താ ച്യുതിഭയം. ഏതെങ്കിലും ഒരാൾ ഒരു ചെറിയ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് തൻ്റെ കുലത്തിന് എന്തെങ്കിലും ചീത്ത പേരുണ്ടാക്കുമോ എന്ന പേടി. സദാ ആകുലരായിരിക്കും കുലമഹിമ ഇല്ലാത്തവർക്ക് പിന്നെ അത് പേടിക്കാനില്ല, അല്ലെങ്കിലേ അങ്ങനെയാണല്ലോ. അപ്പോൾ അതാണ് കുലം. നല്ല കുലത്തിൽ ജനിച്ചവർക്ക് അത്രയും പേടി അധികം ഉണ്ടാവും. ഒരു കന്യക ശരിയില്ലാത്ത രീതിയിൽ പെരുമാറുക അല്ലേ, വേറെ എന്തെങ്കിലും അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചെറുപ്പക്കാർ മദ്യപാനാസക്തിയോ അസാൻമാർഗിക മാർഗങ്ങളിൽ ഏർപ്പെടുകയോ, എവിടെയെങ്കിലും ഒരാൾ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചാൽ മതി, ഇത് കുലത്തിന് ച്യുതിയാണ്. കുലേ ച്യുതിഭയം. എപ്പോഴും ആ കുലനാഥൻ അതിനെക്കുറിച്ച് ആകുലനാവും. ഓരോ പ്രവൃത്തികളും ശ്രദ്ധിക്കും എല്ലാവരുടെയും. തൻ്റെ കുലത്തിന് കളങ്കം പറ്റത്തക്ക വിധം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുമോ, ആ ഭയണ്ടത്രേ കുലമഹിമയുള്ളവർക്ക്. സ്വൈരൊന്നുമില്ല വിചാരിക്കേണ്ട. പിന്നെ പറയണ വിത്തേ നൃപാല ഭയം. ധാരാളം ധനം കയ്യിലുണ്ടെങ്കിലോ അപ്പോഴും ഉണ്ട് അത്രേ കുഴപ്പം. അത് രാജാവ് വന്ന് റെയ്ഡ് ചെയ്യുമോ, അനധികൃതമാവും ചിലപ്പോഴേ. അത് ഇത്ര പൈസ കയ്യിൽ വയ്ക്കുകയെന്ന് ഏത് കാലത്തും കണക്കുണ്ട്. നിധി കിട്ടിയാലും പണ്ട് തഹസിൽദാരെ അറിയിക്കണം എന്ന് പറയും. പണ്ട് തഹസിൽദാരാണ് വലിയ ആൾ. അനവധി ധനം കിട്ടിയാൽ അത് രാജാവിന് അവകാശപ്പെട്ടതാണെന്നാണ്. ഒറ്റ അടിയിലൊരു വലിയ അളക്കാൻ പറ്റാത്ത ധനം കിട്ടിയാൽ അത് രാജാവിന് ഒരു ഭാഗമുണ്ട്. ഏത് കാലത്തും ആ നിയമം ഉണ്ടെന്നാണ്. പഴയ കാലത്തും ഉണ്ട്, പുതിയ കാലത്തും ഉണ്ട്. ഇപ്പോൾ വിത്തേ നൃപാലാത് ഭയം. രാജാവിനെ പേടിയുണ്ട്. എങ്ങനെ നോക്കിയാലും ധനം അധികം ഉണ്ടെങ്കിൽ കള്ളന്മാരെയും പേടിയുണ്ടാവും അല്ലേ. ഇതെങ്ങനെ സൂക്ഷിക്കും, ഏത് ബാങ്കിലിടും,
അവർക്ക് കൊടുക്കേണ്ടി വരും, അവരറിഞ്ഞാൽ പ്രശ്നമാവുമോ. പ്രകാരം ധനം രാജാവിനെ പേടിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാത്ത കള്ളന്മാർ ബന്ധുമിത്രാദികൾ ചോദിക്കുമോ, അവിടെ നിർബാലാത്തെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാണ്ട് ഉണ്ടായില്ലേ ബന്ധുമിത്രാദികളെ ചോദിച്ചാൽ കൊടുക്കാൻ മടി, കൊടുക്കാൻ ഞാൻ ആലോചിയാവുക. അപ്പോൾ ആ പണം കയ്യിലുണ്ടെങ്കിലും ഏറ്റവും ഭയമാണ് ബസ്സിലൊക്കെ കയറിയാൽ എപ്പോഴാണ് പോക്കറ്റ് അടിച്ച് പോകാൻ നിശ്ചയില്ല. ബാഗ് കീറി കൈയിട്ട് കഴിഞ്ഞാൽ കൈ പുറത്തേക്ക് വരുമ്പോഴാണ് അറിയാം, അയ്യോ പൈസയൊക്കെ അടിച്ച് പോയിട്ടു വന്നു. അപ്പം ധനം കയ്യിലുള്ളവർക്കുണ്ടോ സ്വൈരം? അതുമില്ല. മാനേ ദൈന്യ ഭയം, കുറച്ചൊരു അഭിമാനം തലയെടുപ്പ് എപ്പോഴും ഉണ്ടാകാൻ ആരുടെ മുമ്പിലും തല കുനിക്കില്ല എന്ന് വിചാരിക്കണവർക്ക് സ്വൈരമുണ്ടോ? ദൈന്യഭാവം, എവിടെയെങ്കിലും തൻ്റെ തല കുനിക്കേണ്ടി വരുമോ? ഈ ഭയം അയാൾക്കുണ്ടാവുന്നതാണ് മാനേ ദൈന്യഭയം. ആരുടെ മുമ്പിലും തല കുനിക്കില്ല എന്നുള്ള നിലയ്ക്ക് അഭിമാനബോധം കൂടുതലുള്ളവർക്ക് ഉള്ളിൽ ഈ ഒരു ഭയം, ഈശ്വര താഴാണ്ട കഴിച്ചു കൂട്ടണേ അവസാനം വരെ, ഇതുവരെ ഞാൻ ഒരാളുടെ മുമ്പിലും തല കുനിച്ചിട്ടില്ല, തല കുനിക്കേണ്ടി വരുമോ എന്ന ഭയം. ബലേരിഭുഭയം, രാജാവാവട്ടെ പൗരനാവട്ടെ ശക്തി കയ്യിലുണ്ടെങ്കിൽ അയാൾക്കുണ്ട് അത്രേ പേടി, തന്നേക്കാൾ ശക്തൻ വന്നിട്ട് തന്നെ എതിരിടോ തോൽപ്പിക്കുമോ എന്ന പേടി. രാജാവിനെപ്പോഴും ശത്രുരാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കുമോ എന്നുള്ള പേടി. ബലേരിഭുഭയം, ശത്രുഭയം ഉണ്ടാവും. നമ്മൾ ആർജിച്ചതിൽ ഒരാട് നന്നാവണത് വേറെ രാജ്യത്തിന് കണ്ടുകൂടാ. അപ്പോൾ അതുകൊണ്ടാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവണേ അല്ലേ. രാജ്യത്തെ ആക്രമിക്കുക, യുദ്ധം ഉണ്ടാക്കുക, ആവശ്യമില്ലെങ്കിലും ഏഷാകൃതിയും കൊസ്രാക്കൊള്ളിയും ഉണ്ടാക്കുക, നന്നാവണ് കാണുന്നതിനുള്ള അസൂയ ശത്രുരാജ്യം അതുകൊണ്ടാണ് ഉണ്ടാവും. അപ്പോൾ അത് കൈക്കലാക്കണം, അല്ലെങ്കിൽ അവിടെ സ്വൈര്യം ഇല്ലാണ്ടേക്കെങ്കിലും വേണം. അതാണ് ഇവിടെ ബലേരിഭുഭയം. നമ്മളിങ്ങനെ നന്നായി വന്നാൽ സ്വൈരം ഉണ്ടോ? ശത്രുക്കളിൽ നിന്ന് അപ്പോഴും ബലമുണ്ട്. രിഭുഭയം, ബലം ഉള്ളവർക്ക് രിഭുഭയമുണ്ട്. രൂപേജരായ ഭയം, നല്ല രൂപഭംഗിയുണ്ട്, കാണാൻ തിരക്കടില്ല, പുരുഷനായാലും സ്ത്രീ ആയാലും വെച്ചാൽ അവർക്ക് പേടി എപ്പോഴെങ്കിലും തലയിൽ ഒരു നരച്ച വെള്ളിക്കമ്പി കാണുമോ, അഥവാ കണ്ടാൽ തുടങ്ങിയ അസ്വസ്ഥത അല്ലേ. അതിനെ പറിച്ച് കളഞ്ഞ് നോക്കും, ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, പിന്നെയും വരും ഇല്ലേ. അവസാനം കറുപ്പ് പറിച്ച് കളയാവും ഭേദം, ആ മാതിരിയാവും. ആദ്യമൊക്കെ ചായയും തേച്ച് നോക്കും ഇല്ലേ, പല്ലൊക്കെ 25,000 രൂപ ചിലവാക്കിയാലും അവിടെ വെച്ച് നോക്കും. പക്ഷേ ഇതൊക്കെ ഏത് വരെ ഉണ്ട്, ഒക്കെ ഒരു പരിധി വരെയുള്ളൂ. അപ്പം അതുകൊണ്ട് രൂപേജരായ, വാർദ്ധക്യത്തെ ഭയന്നുകൊണ്ടാണ് സുന്ദരന്മാരും സുന്ദരിമാരും എപ്പോഴാണ് ശരീരത്തിൽ ചുളിവ് വീഴുക, ഇത് നോക്കി അല്ലെങ്കിൽ തലയിൽ നര വരുന്നത് എന്ന ഭയം ആ സുന്ദരിമാർക്കും സുന്ദരന്മാർക്കും ഉണ്ട്. രൂപേജരായ ഭയം. ശാസ്ത്രേ വാദിഭയം, ചക്ക അറിവുണ്ട് എന്ന് വിചാരിക്കുക, അവർക്ക് എപ്പോഴും പേടി തന്നേക്കാൾ അറിവുള്ള ഒരാളുടെ മുമ്പിൽ പെട്ടാൽ തോൽക്കേണ്ടി വരുമോ. 2 അക്ഷരം പഠിച്ചാൽ 4 അക്ഷരം പഠിച്ചവരെ പേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ താഴെയോ ഇല്ലേ. അവരെന്തെങ്കിലും കുസൃതി ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ നമുക്കുണ്ടാവില്ല. അപ്പോൾ തന്നേക്കാൾ അറിവുള്ളവരുടെ മുമ്പിൽ താഴേണ്ടി വരുമോ എന്ന പേടി. ശാസ്ത്രേ വാദിഭയം, അറിവുള്ളവർക്ക് തന്നേക്കാൾ അറിവുള്ളവരെ ഭയം ഉണ്ടാവും, താൻ അവിടെ ചെറുതാവണം, ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഈ വാദിഭയം. ഈ ഗുണേഖല ഭയം, സദ്ഗുണങ്ങൾ ഉള്ള സജ്ജനങ്ങൾക്ക് സ്വൈരണ്ടോ? അവർക്കാണ് ഇന്നത്തെ കാലത്ത് ഒട്ടും തൊഴിലില്ലാത്ത. കാരണം എന്താ അറിയോ, ദുഷ്ടന്മാരാണ് ചുറ്റും, അവരുടെ ഇടയിലൊക്കെ കഴിച്ചു കൂട്ടണ്ടേ. അവർ ചെയ്യണ അതേ നാണയത്തിൽ തിരിച്ച് ചെയ്യാൻ നമുക്ക് പറ്റൂല. അവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, മകതാം, എന്തും ചെയ്യാം, വഷളാം. സജ്ജനങ്ങൾക്കത് പറ്റുമോ? എല്ലാറ്റിനും ഒരു പരിധിയുണ്ട് ഇല്ലേ. അപ്പോൾ വല്ലാതെ മോശമായ നിലവാരമുള്ള ജനങ്ങൾ നിറഞ്ഞതാണ് കലിയുഗം. അവരെ പേടിക്കണം സജ്ജനങ്ങൾക്ക്. മിക്കവാറും അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നൊരു മാർഗ്ഗമേ അവർക്കുള്ളൂ. എന്നാൽ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ അവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞു കൂടേണ്ടിയും വന്നുകൂടായികയില്ല ചില സാഹചര്യങ്ങളിൽ. അപ്പം അവർക്ക് പേടി എന്താണ്, ചില അവരുടെ കൂട്ടത്തിൽ എങ്ങനെ തൻ്റെ നിലവാരം കുറയ്ക്കാതെ കഴിഞ്ഞുകൂടുക. അപ്പം ആ ഒരു ഭയം. ഗുണേ, സൽഗുണങ്ങൾക്കുള്ളവർക്ക് ഖലഭയം, ദുഷ്ടന്മാരെ എപ്പോഴും പേടിയണം, അവരുടെ മുമ്പിൽ ചെന്നുപെടാതിരിക്കണം. ഇനിയോ കൃതാന്ത ഭയം, ശരീരത്തിൽ വെച്ച് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ശരീരമുള്ളവർക്ക്, ആർക്കാ ശരീരമില്ലാത്ത, എല്ലാവരും ശരീരമുള്ളവരാണല്ലോ. അവർക്കൊക്കെ കാലനെ പേടിയുണ്ടല്ലേ, മരണം. ഇനി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഒരുവിധ ആരോഗ്യം ഉണ്ടാവും വിചാരിക്കാൻ, മരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ലജാതസ്സവി ധ്രുവോ മൃത്യുർജപം ധ്രുവം ജന്മ മൃതസ്യച്ച, ഈ ജനിച്ചവർക്കൊക്കെ മരണമുണ്ട്. ആ ഒരു സംഗതിയെ പേടിച്ചുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്ന ശരീരികൾ എപ്പോഴും മരണത്തെ പേടിക്കണു. എപ്പോഴാണാവോ 65 കഴിഞ്ഞു, 70 കഴിഞ്ഞു, ഇനിയിപ്പോൾ
പോവാൻ പുറപ്പെടണം അല്ലേ, നേരെ ഉച്ച തിരിഞ്ഞു എന്ന് പറയും നമ്മൾ. അപ്പോൾ ആ ഒരു പേടി കൃതാന്താത്, കാലന്മാരെ മരണത്തെ പേടിക്കാത്ത ഒരാളും ഈ ലോകത്തിലില്ല അല്ലേ, മരണഭയം. നീ ഇവിടെ പറയണം സർവം വസ്തുഭയാന്വിതം ഭുവിനൃണാം, എല്ലാം ഭയത്തിന് വിധേയമാണ്. എന്നാൽ ഏതാണ് ഭയം ഇല്ലാത്തത്? വൈരാഗ്യമേവാ ഭയം. ഒരു കാര്യമുണ്ട് അഭയമായിട്ടുള്ളത്, വൈരാഗ്യം. എന്താ വൈരാഗ്യം? ശത്രുതയില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുക തീർത്താ തീരാത്ത വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ശത്രുതയില്ലേ, അതല്ല. ഇവിടെ വൈരാഗ്യം വിരാഗം എന്നുള്ള അർത്ഥം. ഒന്നിനോടും ആസക്തി വേണ്ട, പോണത് പൊക്കോട്ടെ, നിൽക്കണത് നിന്നോട്ടെ, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത അവസ്ഥയ്ക്കാണ് വൈരാഗ്യം. അതുള്ള ഒരാൾക്ക് ഒന്നിനെയും പേടിക്കേണ്ട. അതാണ് അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം. ഭഗവാന്റെ പാദപത്മങ്ങളെ മനസ്സിൽ ഉറപ്പിച്ച് നടക്കുന്നവർക്ക് ഒന്നിനെയും പേടിയൊന്നുമില്ല. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. ആ സമയം വരുമ്പോൾ ഇവിടുത്തെ ജീവിതം അവസാനിച്ച ശരീരം അവിടെ പോണു. അത് തൻ്റെ ടല്ലേ ഇനിയും താനുമല്ല, അങ്ങനൊരു സംഗതിയാണ് ശരീരം. അവരെ അത് വീഴ് പൂവ് എന്താ ആയിക്കോട്ടെ, യാതൊരു പ്രശ്നമില്ലാണ്ട് നടക്കുന്നവരാരാണ്? ഭക്തന്മാർ, ഈ പ്രപഞ്ചത്തോട് വൈരാഗ്യം ഇല്ലാത്തവർ, വൈരാഗ്യം ഉള്ളവർ കേട്ടോ, വൈരാഗ്യം ഉള്ളവർ, പ്രപഞ്ച വൈരാഗ്യം വന്നവർ, ഒന്നിനോടും ആസക്തി ഇല്ലാത്തവർ, എല്ലാ ആസക്തിയും വിട്ട് ഭഗവത് പാദപത്മത്തിൽ മനസ്സുറപ്പിച്ചിട്ടുള്ള ഒരാളൊക്കെ ഒന്നിനെക്കുറിച്ചും ഭയമില്ല. അല്ലാത്തവർക്കൊക്കെ ഭയമുണ്ട് എന്ന് പറയുകയാണ്. അതാണ് വൈരാഗ്യമേവാ ഭയം. പ്രപഞ്ചകാര്യങ്ങളോടൊക്കെ പരിപൂർണ വിരക്തി വന്ന ഭഗവത് പാദപത്മത്തിനോട് പരിപൂർണ ആസക്തി ഉണ്ടാവും വേണം. കാരണം എന്തിനോടെങ്കിലും ചേർന്നിട്ടേ മനസ്സ് നിൽക്കുള്ളൂ. പ്രപഞ്ചത്തിലത്തെ എല്ലാതും വിട്ടാൽ അപ്പോൾ പിന്നെ ഇതിനെ പിടിക്കണ്ടേ? അതിന് ഭഗവത് പാദപത്മത്തിലാണ്ട് ഒട്ടിച്ച് അവിടെ വയ്ക്കുക. അപ്പോൾ അതിനൊരു അഭയമായി. മനസ്സിനെപ്പോഴും ഒരു ബേസ് വേണം. എന്തിനെങ്കിലും ഒന്നിൽ ചാരിയിട്ടേ മനസ്സിന് നിൽക്കാൻ പറ്റും. അപ്പം എന്നാ ഈശ്വരപാദപത്മത്തിലായിക്കോട്ടെ, അതിലാണ്ട് ഉറപ്പിച്ചാലോ ബാക്കിയുള്ളതിനോടൊക്കെ നമുക്ക് വിരാഗം ഉണ്ടാവും. അപ്പം അതിൽ ഉറപ്പിച്ച് നിന്നിട്ട് പ്രപഞ്ചത്തിനോട് കഴിയുന്നതും വിട്ട് നിൽക്കാൻ പറയുകയാണ്. എന്താണ് മനുഷ്യന് സമാധാനം ഉണ്ടാവാനുള്ള മാർഗം? ഏതൊക്കെയോ ഒരു യോഗി, ശിവാനന്ദയോഗി പറഞ്ഞ 2 മാർഗ്ഗങ്ങൾ. ഒന്ന് അറ്റാച്ച്, ഒന്ന് ഡിറ്റാച്ച്. ഏതിനോടാണ് ഡിറ്റാച്ച് ചെയ്യേണ്ടത്? പ്രപഞ്ചത്തോട് ഡിറ്റാച്ച് ചെയ്യുക. ഏതിനോട് അറ്റാച്ച് ചെയ്യണം? ഭഗവത് പാദപത്മത്തിനോട് അറ്റാച്ച് ചെയ്യുക. 2 സംഗതി പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കേണ്ടതാണ്. ഷോർട്ട് കട്ട് ഫോർമുലയാണ് ടു അറ്റാച്ച് ആൻഡ് ഡിറ്റാച്ച്. പ്രപഞ്ചത്തോട് ഡിറ്റാച്ച് ചെയ്യുക, ഭഗവത് പാദപത്മത്തോട് അറ്റാച്ചും ചെയ്യുക. അങ്ങനത്തെ ഒരാൾക്ക് ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട. അത്ര എളുപ്പം കഴിഞ്ഞു അല്ലേ, ഭയമില്ലാത്ത അവസ്ഥ. അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത്. ഭോഗേ രോഗഭയം കുലേ ചുതിഭയം വിത്തേ നൃപാല ഭയം മാനേ ദൈന്യഭയം ബലേരിഭുഭയം രൂപേ ജരായാഭയം ശാസ്ത്രേ വാദിഭയം ഗുണേ ഖലഭയം കായേ കൃതാന്താത് ഭയം സർവം വസ്തുഭയാന്വിതം ഭുവിനൃണാം വൈരാഗ്യമേവാഭയം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.